പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 മെയ് 22 വ്യാഴം. പ്രധാന വാർത്തകൾ. ഒമാനിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഓൺലൈൻ സേവന സ്ഥാപനങ്ങളും ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെയും അതിലെ എക്സിക്യൂട്ടീവ് ചട്ടങ്ങളെയും കർശനമായി പാലിക്കണമെന്ന് ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം ഉണർത്തി. രാജ്യത്തുടനീളമുള്ള ഉപഭോക്താക്കൾക്ക് സുരക്ഷിതവും സുതാര്യവുമായ ഡിജിറ്റൽ വിപണി ഉറപ്പാക്കാനുള്ള നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമായാണ് അധികൃതരുടെ മുന്നറിയിപ്പ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഒമാനിൽ ഏറെ പ്രചാരം നേടുകയും വളർച്ച കൈവരിക്കുകയും ചെയ്യുന്ന ഇ-കൊമേഴ്സ് മേഖലയിൽ ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് നിയമപരമായ ആവശ്യകതകൾ അനിവാര്യമാണെന്ന് CPA പ്രസ്താവനയിൽ പറഞ്ഞു. കൂടുതൽ വ്യവസായങ്ങൾ ഓൺലൈനിലേക്ക് മാറുകയും ഉപഭോക്താക്കൾ പർച്ചേസിംഗിനായി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെ കൂടുതലായി ആശ്രയിക്കുകയും ചെയ്യുന്നതിനാൽ വിപണിയിൽ വിശ്വാസവും ഉത്തരവാദിത്തവും വളർത്തിയെടുക്കുന്നതിന് നിയന്ത്രണങ്ങൾ ആവശ്യമാണെന്നും അധികൃതർ വ്യക്തമാക്കി. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ ആർട്ടിക്കിൾ 33 അനുസരിച്ച് ഒമാനിൽ താമസിക്കുന്നവരായാലും പ്രാദേശിക ഏജന്റുമാരായാലും ഓൺലൈനിൽ ബിസിനസ് നടത്തുന്നവർ ഇ-കൊമേഴ്സിൽ ഏർപ്പെടുമ്പോൾ വിവിധ കരാറുകളിൽ ഏർപ്പെടുകയും ബാധ്യതകൾ പാലിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മുസന്തം ഗവർണറേറ്റിലെ പുതിയ കസബ് ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നു. ഇതിനകം 85% പൂർത്തിയായിട്ടുണ്ട്. ഈ വർഷം അവസാനത്തോടെ ഇത് തുറന്നു കൊടുക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. 1,00,000 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിലുള്ള പദ്ധതിയിൽ 36,000 ചതുരശ്ര മീറ്റർ സ്ഥലത്താണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇ-കൊമേഴ്സ് വിഭാഗത്തിൽപ്പെട്ട ഓൺലൈൻ വ്യാപാരങ്ങൾ മറൂഫ് പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്തുവെന്ന് ഉറപ്പുവരുത്തണമെന്ന് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം ഉണർത്തി. ഓൺലൈൻ സ്റ്റോറുകളുടെ പൂർണ്ണ വിവരങ്ങൾ ലഭ്യമാക്കുന്ന തരത്തിൽ ഡാറ്റകൾ നൽകി വേണം രജിസ്റ്റർ ചെയ്യാൻ. ഓൺലൈൻ സംരംഭങ്ങളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെയും ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന്റെയും ഭാഗമായാണ് നടപടി. ഇ-കൊമേഴ്സ് മേഖലയിൽ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം പ്രഖ്യാപിച്ച നിയന്ത്രണങ്ങൾ നേരത്തെ പ്രാബല്യത്തിൽ വന്നിരുന്നു. ഓൺലൈൻ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയുള്ള വിൽപ്പനയും വാങ്ങലുകളും ഇനി മുതൽ മന്ത്രാലയം ചട്ടക്കൂടിൽ മാത്രമേ അനുവദിക്കുകയുള്ളെന്ന് അധികൃതർ അറിയിച്ചു. ഓൺലൈൻ സ്റ്റോറുകളും മറ്റും മാനദണ്ഡങ്ങൾ ലംഘിച്ച് പ്രവർത്തിച്ചാൽ പിഴ ഉൾപ്പെടെ ശിക്ഷകൾക്ക് വിധേയമാക്കും. ഈ സ്റ്റോറുകളുടെ ഇടപാടുകൾ ക്രമപ്പെടുത്തുന്നതിനായി റോയൽ ഒമാൻ പോലീസ്, ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് കസ്റ്റംസ്, ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം, സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാൻ, ടെലികമ്മ്യൂണിക്കേഷൻ റെഗുലേറ്ററി അതോറിറ്റി, അസൈദ് ഗ്രൂപ്പ്, ITHCA ഗ്രൂപ്പ് എന്നിവ മന്ത്രാലയവുമായി ചേർന്ന് പ്രവർത്തിക്കും. നാട്ടിലെ അവധിക്കാലം പ്രവാസികൾക്കൊപ്പം കഴിയാനെത്തിയ കുടുംബങ്ങളുടെ തിരിച്ചുപോക്ക് അവതാളത്തിലാക്കി ടിക്കറ്റ് നിരക്ക്. ഒമാനിൽ അവധിക്കാലം ആരംഭിക്കുന്നതിനാൽ നിരക്ക് കുത്തനെ ഉയർത്തിയിരിക്കുകയാണ് വിമാനക്കമ്പനികൾ. ബലിപെരുന്നാൾ കൂടി എത്തുന്നതിനാൽ ജൂൺ ആദ്യവാരം കഴിഞ്ഞ് മാത്രമാണ് നിരക്ക് കുറയുന്നത്. കേരളത്തിൽ സ്കൂളുകൾ ജൂൺ 2 മുതൽ ക്ലാസുകൾ ആരംഭിക്കും. നാട്ടിൽ മാർച്ച് അവസാനത്തോടെ സ്കൂളുകൾ അടച്ചതിന് പിന്നാലെ നിരവധി പ്രവാസി കുടുംബങ്ങളാണ് പ്രവാസികൾക്ക് അരികിലേക്ക് എത്തിയത്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ കൂടുതൽ പ്രവാസി കുടുംബങ്ങൾ ഗൾഫ് നാടുകളിൽ എത്തിയിരുന്നു. ഇവരെല്ലാം തന്നെ നാട്ടിലേക്ക് മടങ്ങാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ. ഈ ഘട്ടത്തിലാണ് വിമാനക്കമ്പനികൾ 3 ഇരട്ടി വരെ നിരക്കുയർത്തിയത്. സാഹചര്യം മുൻകൂട്ടി കണ്ട് നേരത്തെ ടിക്കറ്റ് എടുത്തവർക്ക് അല്പം ആശ്വാസം ലഭിക്കും. ചിലർ ഇതിനോടകം തന്നെ നാടുകളിലേക്ക് മടങ്ങിയിട്ടുണ്ട്. കുട്ടികൾ അടക്കം ഒരു കുടുംബത്തിലെ 4-ഉം അതിൽ അധികവും വരുന്ന അംഗങ്ങൾക്ക് 1,00,000 ഇന്ത്യൻ രൂപയ്ക്ക് മുകളിലാണ് നാട്ടിലേക്കുള്ള യാത്രാ ഇനത്തിൽ മാത്രം ചെലവഴിക്കേണ്ടി വരുന്നത്. മസ്കത്തിൽ നിന്ന് കോഴിക്കോട്ടേക്ക് 76 റിയാൽ മുതൽ 133 റിയാൽ വരെയാണ് അടുത്ത ദിവസങ്ങളിലെ നിരക്ക്. കൊച്ചിയിലേക്ക് 71 റിയാൽ മുതൽ 133 റിയാൽ വരെയും തിരുവനന്തപുരത്തേക്ക് 83 റിയാൽ മുതൽ 165 റിയാൽ വരെയും കണ്ണൂരിലേക്ക് 83 റിയാൽ മുതൽ 145 റിയാൽ വരെയുമാണ് ടിക്കറ്റ് തുക.
സലാലയിൽ നിന്നുള്ള നിരക്കുകളും ഏറെക്കുറെ സമാനമാണ്. വരും ദിവസങ്ങളിൽ ടിക്കറ്റ് നിരക്ക് ഇനിയും ഉയരുമെന്നാണ് ട്രാവൽ മേഖലയിൽ നിന്നുള്ളവർ നൽകുന്ന സൂചന. ഉയർന്ന നിരക്ക് മറികടക്കാൻ കണക്ഷൻ വിമാനങ്ങളെ ആശ്രയിക്കുന്നവരുമുണ്ട്. എങ്കിലും നിരക്കിൽ വലിയ മാറ്റമില്ല. മാത്രമല്ല, കുടുംബങ്ങളുമായുള്ള ദീർഘനേര യാത്രയും ദുരിതമാകും. അതേസമയം ഇതര ഗൾഫ് നാടുകളിൽ നിന്നുള്ള നിരക്കുകളെ അപേക്ഷിച്ച് ഒമാനിൽ നിന്നുള്ള ടിക്കറ്റ് തുക താരതമ്യേന കുറവാണ്. ഇതിനാൽ തന്നെ ഒമാൻ വഴി കണക്ഷൻ വിമാനങ്ങളെ ആശ്രയിക്കുന്ന GCCയിൽ നിന്നുള്ള പ്രവാസി മലയാളികളുമുണ്ട്. ഇതിനിടെ അവധിക്കാലം ആഘോഷിക്കുന്നതിനും ബലിപെരുന്നാൾ നാട്ടിൽ കൂടുന്നതിനുമായി നിരവധി പ്രവാസികളാണ് യാത്രയ്ക്കൊരുങ്ങുന്നത്. ഈ മാസം അവസാനത്തോടെയും ജൂൺ ആദ്യ ദിനങ്ങളിലുമായി ഇന്ത്യൻ സ്കൂളുകൾ അടയ്ക്കുന്നതോടെ നിരവധി കുടുംബങ്ങൾ നാട്ടിലേക്ക് തിരിക്കും. ഉയരുന്ന നിരക്ക് മുന്നിൽ കണ്ട് നേരത്തെ ടിക്കറ്റ് സ്വന്തമാക്കിയവരാണ് പലരും. മറ്റു ചിലർ വിവിധ വിദേശ രാഷ്ട്രങ്ങളിലായി അവധിക്കാലം ചെലവഴിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇതിനായി യാത്രാ പ്ലാനിങ്ങിലാണ് ഇവർ. വേനൽക്കാല യാത്രയ്ക്ക് തിരഞ്ഞെടുക്കാവുന്ന സ്ഥലങ്ങളിലേക്കുള്ള പാക്കേജുമായി ട്രാവൽ ഏജൻസികളും രംഗത്തുണ്ട്. അമേരിക്ക ഇറാൻ ആണവ വിഷയവുമായി ബന്ധപ്പെട്ട 5ാം ഘട്ട ചർച്ച റോമിൽ നടക്കും. ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയാണ് ഇക്കാര്യം അറിയിച്ചത്. വെള്ളിയാഴ്ച ചർച്ച നിശ്ചയിച്ചിരിക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു. ചർച്ചയുടെ 4ാം ഘട്ടം മസ്കത്തിലാണ് നടന്നിരുന്നത്. ഇരു കക്ഷികളും കരാറിലേക്ക് എത്തുന്നതിനുള്ള നീക്കത്തിലാണെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ആണവായുധങ്ങൾ സ്വന്തമാക്കില്ലെന്നും എന്നാൽ ഊർജ്ജാവശ്യങ്ങൾക്കായി യുറേനിയം സമ്പുഷ്ടീകരണം നടത്താമെന്നുള്ള രീതിയിലാണ് ചർച്ച മുന്നോട്ടു പോകുന്നത്. ഇറാനുമേലുള്ള US ഉപരോധങ്ങൾ ഒന്നൊന്നായി പിൻവലിക്കുന്ന കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. ആരോഗ്യ മെഡിക്കൽ സയൻസ് മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ഒമാനും ക്യൂബൻ റിപ്പബ്ലിക്കും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ ലോകാരോഗ്യ സംഘടന ആസ്ഥാനത്ത് നടന്ന 78ാമത് ലോകാരോഗ്യ അസംബ്ലിയുടെ അനുബന്ധമായാണ് ഒമാൻ ആരോഗ്യമന്ത്രി ഡോക്ടർ ഹിലാൽ ബിൻ അലി അൽ സബ്ദിയും ക്യൂബൻ പൊതുജനാരോഗ്യ മന്ത്രി ഡോക്ടർ ജോസ് എഞ്ചൽ പോർട്ടൽ മിറാണ്ടയും ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. ആധുനിക ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക വിപ്ലവത്തിന് തുടക്കം കുറിച്ച ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 34ാമത് രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് ഇൻക്വാസ് ഒമാൻ നാഷണൽ കമ്മിറ്റി അൽ അബീർ ഹോസ്പിറ്റലുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.